ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് തന്നെ കുറച്ച് സാഡാക്കിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാ. സോ വീഡിയോ ഫുള്ള് കാണും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി പറഞ്ഞാൽ ഓലോക്കോട് വരിക, ചായ കുടിക്കുക. അതാണ് നമ്മുടെ സ്ഥിരം പരിപാടി. കൂട്ടുകാരൻ്റെ വണ്ടിയുണ്ട് പറഞ്ഞിട്ട് അവൻ എപ്പോഴും ഓലോക്കോട്ട് ചെയ്യും. അവൻ്റെ ഒപ്പം എന്താ പരിപാടി വെച്ചിട്ട് അവൻ്റെ ഒപ്പം കൂടെ പോയതാണ്. അവൻ കയറിപ്പോണത് നേരെ ബാറിക്ക്. അവനാണെങ്കിൽ എന്നെ ഇവിടെ ആക്കിയിട്ട് നേരെ നോക്കുമ്പോൾ അവൻ എന്താ പോണു. ബാറിക്കല്ലേ പോയത്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പോയ ആളിനെയാണെങ്കിൽ ഇതുവരെയായിട്ട് കാണാനും ഇല്ല. ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും ഓഫായിട്ട് കിടക്കായിരിക്കുമോ. പിന്നെ നേരെ പോയപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ അമ്മൻ്റെ ഓഫീസാണ് അവിടെ നിന്ന്. ചെക്കനെ വെറുതെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സ്ഥിരം കുടിക്കുന്ന ചായക്കടയിൽ പോയിട്ട് ഇപ്പോൾ ഒരു ചായ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഭവം കണ്ടത്. കുട്ടി കൂടെ വരുന്നവരുണ്ടെങ്കിൽ ഇത് ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ. സോ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ പെറ്റിയടിച്ച് കൈ തരും. ശേഷം ഞാൻ കൂട്ടുകാരനെ നോക്കുന്നത് അവ ആക്ടിറ്റ്യൂഡൊക്കെ ഇട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഓണാണെന്ന് അറിഞ്ഞിട്ടും ഇതുപോലെ അറിയാത്ത പോലെ നിന്ന് ചായ കുടിക്കുന്ന സ്കില്ലൊന്നും വേറെ ഉണ്ടാ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതേപോലത്തെ ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നാലുള്ള കുഴപ്പമാണിത്. രാവിലെ എത്ര തന്നെ പോളിഷ് ചെയ്തിട്ട് വന്നാലും വൈകുന്നേരത്ത് പോകുമ്പോൾ ആകെ പൊടിയും പൊട്ടുമായിരിക്കും. ആകെ റോഡ് പണിക്ക് പോയ പോലെയുള്ള ഫീലാണ്. ഇനിയിപ്പോൾ ഇത് വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി തേച്ചൊരിക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ പറഞ്ഞ് ചായ കഴിഞ്ഞു. അവനാണെങ്കിൽ ഇത് വീട്ടിലേക്ക് പോകണം വേണ്ടിയിട്ട് ഇപ്പോൾ അവൻ്റെ പാട്ടിൽ വീട്ടിലേക്ക് പോയി. ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. സോ അവനാണെങ്കിൽ പോവുകയും ചെയ്തു. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയി. ഞാനാണെങ്കിൽ ഇപ്പോൾ അധികം പോണ വണ്ടികളൊക്കെ പെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സാണെങ്കിൽ വരുന്നില്ല, കുറേ നേരമായി. അങ്ങനെ ഇപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോൾ ഒരു അപ്പൂപ്പൻ ഉണ്ടാവും. അയാൾക്ക് വയ്യാന്നാണ് തോന്നുന്നത്. ഗൈസ്, ഞാൻ നോക്കുമ്പോൾ ആരും തന്നെ സഹായിക്കുന്നില്ല കേട്ടോ. സോ വേറെ ഏതൊരു ഏട്ടനാണ് റോഡ് കിടക്കാൻ സഹായിച്ചത്. അങ്ങനെ ഇപ്പോൾ ഈ അപ്പൂപ്പനെ കൊണ്ട് എങ്ങോട്ട് പോകണം ചോദിച്ചപ്പോൾ അവരൊന്നും പറയുന്നില്ല കേട്ടോ. സോ ബസ് സ്റ്റാൻഡിലേക്ക് ആക്കി തന്നാൽ മതി എന്നാണ് പറഞ്ഞ്. ഗൈസ്, ഞാൻ അതല്ല കേട്ടോ മനസ്സിലാക്കിയത്. സോ ഇവിടെ ഇത്ര ആളുകളുണ്ടായിട്ടും ഒരാൾ പോലും മൈൻഡ് ചെയ്തില്ല. ഒരേട്ടൻ മാത്രമാണ് റോഡ് കിടക്കാനെങ്കിലും സഹായിച്ചത്. ഗൈസ്, എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇതുപോലെ ആരെങ്കിലും വയ്യാണ്ട് വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് പോയി സഹായിക്കുക. ഗൈസ്, ഇതുപോലെ ആരെങ്കിലും കാണുകയാണെങ്കിൽ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കാണ്ട് ഒന്ന് പോയി സംസാരിച്ച് നോക്കുക. ചിലപ്പോൾ അത് അവർക്കൊരു വലിയ സഹായമാണെങ്കിലോ. സോ അപ്പോൾ അവിടെ നിന്നിട്ട് എൻ്റെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.